എന്താണ് സംഭവിച്ചത്? പോലീസുകാർ തല്ലിയതാ. എന്റെ കൈ നോക്കുമെങ്കിൽ പോലീസുകാർ തല്ലേ. ഇപ്പൊ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയതാ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ അടിച്ച് പോലീസിന് ഓടിക്കേണ്ടി വന്നു. അത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. വലിയ ജനരോക്ഷമാണ്. കാരണം ചെന്താമരയെ പോലീസ് സുരക്ഷിതമായി അകത്തേക്ക് കയറ്റി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാട്ടുകാർ പോലീസിന് നേരെ തിരിയുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അങ്ങനെ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ പോലീസിന് സ്റ്റേഷൻ കാവലൊരുക്കേണ്ടി വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം ഇവിടെ തല്ലി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതായത് പോലീസും ജനങ്ങളും തമ്മിൽ വലിയ ബലാബലമുണ്ടായി. അങ്ങനെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തന്നെ ആ ബലാബലത്തിനുള്ളിൽ പൊളിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ അത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലീസിനെതിരെ വധിക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമാണ്, കാരണം അത്രയും ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. പക്ഷേ പോലീസിന് ഈ നടപടികൾ എടുത്തേ കഴിയൂ, കാരണം വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് സ്പ്രേ നടക്കുന്നു. വീണ്ടും ഈ പോലീസ് സ്റ്റേഷൻ മുന്നിൽ അടി നടക്കുകയാണ്. പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ തന്നെ പരിക്കേറ്റിരിക്കുന്നു. ആ രീതിയിലേക്ക് ഈ പോലീസ് സ്റ്റേഷൻ മുന്നിൽ ഇപ്പോൾ ഒരു കലാപ സമാനമായ കുരുമുളക് സ്പ്രേ അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് കുരുമുളക് സ്പ്രേ ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർക്ക് നേരെ കുരുമുളക് സ്പ്രേ ആണ് പോലീസ് ആദ്യം നടത്തിയത്. അങ്ങനെ വലിയ സംഘർഷ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.